ആയിരുന്നു. അവൻ കൈപ്പിടിച്ചു അവസാനം വരെ അവസാന ശ്വാസം വരെ ജനം മരിക്കില്ല. ഒരു കൊച്ചു ഗ്രാമത്തില് ഒരു അമ്മയുടെ പിടിവാശിയുടെ കഥയായി പറഞ്ഞേനെ. ചിലർ അടിമകളായിരുന്നാലും 100 വർഷം ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കും. എന്നാൽ ചിലർ ഒരു ദിവസമേ ഉള്ളൂവെങ്കിലും സുൽത്താനായി മരിച്ചാൽ മതിയെന്ന് ആഗ്രഹിക്കും. അവസാനം അവൻ മരിക്കുന്ന നാൾ വന്നാലും അവന്റെ ശവമഞ്ചമെടുക്കാൻ പോലും ആരുടെയും ആവശ്യമുണ്ടാവില്ല. അവന്റെ കല്ലറ വരെ ചെന്നെത്താൻ അവന് സ്വന്തം കാൽപാദങ്ങളുണ്ടാക്കി. ചെറുടൻ മരിച്ചെന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി. സൂര്യവർദ്ധൻ പറഞ്ഞതുപോലെ കാഹളം കാത്തിരിക്കുകയായിരുന്നു. പലരുടെയും കണ്ണുകൾ നറാച്ചിയുടെ മേൽ പതിഞ്ഞു. പക്ഷെ ആരും മനസ്സിലാക്കിയില്ല മറ്റൊരാളുടെ കാൽപാദം അതിൽ പതിഞ്ഞു കഴിഞ്ഞെന്ന്. Sorry to say this, Major, but I don't think that he is trying to escape. നിങ്ങൾ എന്താ ഈ പറയുന്നത്? Yes, ഞങ്ങൾക്ക് ഫാക്സ് വന്നത് റോക്കിയുടെ ഷിപ്പിൽ നിന്ന് തന്നെയാണ്. അവനിപ്പോ ഞങ്ങൾക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ അവനെന്ന് മരിച്ചാലും എന്റെ ആഗ്രഹം നിറവേറ്റാനുള്ള യോഗ്യതവനില്ലെന്ന് കരുതിയാൽ മാത്രം അവൻ ജീവനോടിരിക്കുന്ന കാലം